ഇന്ത്യൻ ഇ കൊമേഴ്സ് ബിസിനസ്സിൽ ആർ ടി ഒ ഭയങ്കര പ്രശ്നമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റും? ഇന്ത്യൻ ഇ കോമേഴ്സിൽ ആർ ടി ഒ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ആർ ടി ഒ ആണ്. ഇപ്പോൾ ആർ ടി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടേൺ ടു ഒറിജിൻ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്തു, COD ഓർഡർ ഷിപ്പ് ചെയ്തു. ആ COD ഓർഡർ കസ്റ്റമറിൻ്റെ സിറ്റിയിലെത്തിയിട്ട് കസ്റ്റമറിന് ആ സിറ്റിയിൽ നിന്ന് കസ്റ്റമറിൻ്റെ നേരിട്ട് ഡയറക്റ്റായിട്ട് അവരുടെ ഹോമിലോട്ട് പോവുകയാണ്. അതിനെ ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറയും. അപ്പോൾ ഔട്ട് ഫോർ ഡെലിവറി ആവുന്ന സമയത്ത് ഈ ഡെലിവറി ഏജൻറ്റ് ഈ കസ്റ്റമറിനെ കോൾ ചെയ്യാൻ, അപ്പോൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഡെലിവറി ഏജൻറ്റ് NDR മാർക്ക് ചെയ്യും, നോൺ ഡെലിവറി റിപ്പോർട്ട് മാർക്ക് ചെയ്യും, ഈ കസ്റ്റമറിന് കിട്ടുന്നില്ല എന്നുള്ള റിപ്പോർട്ട് മാർക്ക് ചെയ്യും. ഇങ്ങനെ 3 NDR ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഡെലിവറി ഏജൻറ്റ് വേറെ ഒരു റൂട്ടിലോട്ട് പോകുമ്പോൾ വീണ്ടും ഈ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ കസ്റ്റമർ എടുത്തിട്ട് അത് എനിക്ക് പ്രോഡക്റ്റ് ഇപ്പോൾ ആവശ്യമില്ല എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ വീണ്ടും NDR മാർക്ക് ചെയ്യും. ഓക്കെ, വീണ്ടും ഈ ഡെലിവറി ഏജൻറ്റ് ഒന്നുകൂടെ കോൾ ചെയ്യും. അങ്ങനെ 3 NDRs അവർ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. മിക്ക ഡെലിവറി ഏജൻസും അങ്ങനെ ചെയ്യുന്നുണ്ട്, 3 NDRs ചെയ്യുന്നുണ്ട്. ചില ഡെലിവറി ഏജൻസൊക്കെ അത് ചിലപ്പോൾ NDR മാർക്ക് ചെയ്യാതെ തന്നെ നേരെ അത് ഇത് RTOയിലോട്ട് മാറ്റും. ഓക്കെ, ഇപ്പോൾ 3 NDRസും അവർ അറ്റൻഡ് ചെയ്ത് 3 NDRസിലും നെഗറ്റീവ് ആണെങ്കിൽ അതിനെ ഈ RTOയിലോട്ട് ഡെലിവറി കമ്പനീസ് മാറ്റിയിടും. എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഒറിജിൻ. നമ്മൾ എവിടെ നിന്നാണോ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തത് ആ പ്രോഡക്റ്റിന് അവിടെ നിന്ന് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് വെയർഹൗസിലോട്ട് തിരിച്ച് വരും. അത് COD ഓർഡേഴ്സിലാണ് ഈ ഒരു RTO കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ ഇതിലേറ്റവും കൂടുതൽ നമുക്ക് തലവേദന വരുന്ന ഒരു ഏരിയ ആണിത്. നമുക്ക് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ RTO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഓൺ ചെയ്ത് നമുക്ക് ഒരു ഇന്ത്യയിൽ ഒരു ഇ കോമേഴ്സ് ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ RTO നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല, പക്ഷേ RTO നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് RTO കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ, നമ്മളുടെ പെയ്ഡ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന RTO കൂടുതലുള്ള പിൻകോഡ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. എസ്പെഷ്യലി നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യുക നോർത്ത് ഈസ്റ്റ് ഏരിയാസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യും. കാരണം നോർത്ത് ഈസ്റ്റ് ഏരിയാസിൽ ഡെലിവറി ഒക്കെ ചില ഏരിയകളിൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സുകൾക്ക് ഈ RTO കൂടുതലാണ്. പിന്നെ ജമ്മു കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അവിടെയും ഈ ചില സമയങ്ങളിൽ ചില ഏരിയയിൽ നമുക്ക് ഡെലിവറി എത്തിക്കാൻ പാടാണ്. കേരളത്തിലും നമ്മൾ ചില സമയത്ത് എക്സ്ക്ലൂഡ് ചെയ്യും. ചില പ്രോഡക്ട്സുകൾ കേരളത്തിൽ എസ്പെഷ്യലി മെൻ കാറ്റഗറിയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ കേരളത്തിലും RTO ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് നമ്മളത് ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ RTOs വരുന്നത് അതിനെ നമ്മൾ ആ സ്റ്റേറ്റ്സിനെ നമ്മൾ പെയ്ഡ് ക്യാമ്പയിൻസിലൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം, ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ പിൻകോഡ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവർ ആവുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഏരിയാസിൽ മാത്രം നമ്മളുടെ ആഡ് കാണിക്കും. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ നല്ല ബെസ്റ്റ് കസ്റ്റമേഴ്സിന് കിട്ടും. ഏറ്റവും ബെസ്റ്റ് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടാൻ പറ്റുന്നത് മിക്ക കമ്പനീസും ടാർഗറ്റ് ചെയ്യുന്നത് മെട്രോ സിറ്റീസാണ്. മെട്രോ സിറ്റീസിലെ കസ്റ്റമേഴ്സാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ RTOs കുറവാകുന്നതും. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് പവറുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെയ്ഡ് ക്യാമ്പയിൻസ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. RTO ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഏരിയയിൽ മാത്രം അത് കൂടുതൽ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വൺസ് നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു OTP കൺഫർമേഷൻസ് അതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ കസ്റ്റമർ കൊടുക്കുന്ന അഡ്രസ്സിൽ കൊടുക്കുന്ന നമ്പർ അത് ഒറിജിനൽ നമ്പറാണോ എന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയാണ് OTP കൺഫർമേഷൻ വയ്ക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു OTP കൺഫർമേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ജങ്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്പരൊക്കെ തെറ്റിച്ച് കൊടുത്ത ജങ്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അപ്രോച്ച് തന്നെ ഫിൽട്ടർ ആവും, അവർക്ക് ഓർഡർ കൺഫർമേഷൻ വരില്ല. പിന്നെ രണ്ടാമത്തത് ഈ OTP കൺഫർമേഷൻ എടുത്ത ആളുകൾ തന്നെ വീണ്ടും നമ്മളൊരു സെക്കൻഡ് ലെവൽ ഓഫ് കൺഫർമേഷനിലോട്ട് പോകണം. അത് ഒന്നുകിൽ നമുക്ക് ഒരു വാട്സാപ്പ് API ഒക്കെ വെച്ചിട്ടൊരു ഓട്ടോമേഷൻ കൺഫർമേഷനിൽ വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് കോളിംഗ് ആണ്. എല്ലാ COD ഓർഡേഴ്സിനെയും നമുക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്ത് അവരുടെ അഡ്രസ്സിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക, അതൊക്കെ റെക്ടിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ വന്ന ഓർഡേഴ്സിൽ COD ഓർഡേഴ്സിൽ കുറേ കൂടെ ഫിൽട്ടറായി.
എന്നിട്ട് അടുത്ത നമുക്ക് ഓപ്ഷൻ വരുന്ന അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ കൺഫേംഡ് ആയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 1 to 2 ഡേയ്സിനകത്ത് ഡിസ്പാച്ച് ചെയ്യണം. ഒരു കസ്റ്റമറിന് ഒരു 5 ഡേയ്സിനകത്ത് പ്രോഡക്റ്റ് എത്തണം. 5 to 7 ഡേയ്സ് ആണ്, 7 ഡേയ്സ് മാക്സിമം. 7 ഡേയ്സ് മാക്സിമം പ്രോഡക്റ്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു RTO പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഡെലിവർ ആയതിനു ശേഷം മീൻസ് ഡിസ്പാച്ച് ആയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ട അടുത്ത ജോലി ഈ നമ്മളുടെ ഈ ഡെലിവറി പാനലിൽ, ഡെലിവറിയുടെ സോഫ്റ്റ്വെയർ പാനലിൽ നമ്മൾ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ NDR ആവുന്നു, ഏതൊക്കെ ഓർഡേഴ്സ് NDR ആവുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ NDR ആവുന്നു, ആ NDRs ഉള്ള കസ്റ്റമേഴ്സിനെല്ലാം സ്പോട്ടിൽ തന്നെ നമ്മൾ കോൾ ചെയ്യുക. കോൾ ചെയ്തിട്ട് പറയാം, ഇപ്പം നിങ്ങളുടെ ഓർഡർ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പം ഡെലിവറി ഏജൻറ്റ് ഡെലിവറി ചെയ്യാൻ നിൽക്കുകയാണ്, വിളിച്ചിട്ട് നിങ്ങളുടെ കണക്റ്റ് ആവുന്നില്ല, ദയവ് ചെയ്ത് അത് അവരെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർക്ക് കൺഫർമേഷൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു അതൊരു അവിടെ ഈ RTO കുറയ്ക്കാൻ പറ്റും. കാരണം മിക്ക കേസുകളിൽ ഈ ഡെലിവറി ഏജൻറ്റ്സ് ചിലപ്പോൾ ഈ കസ്റ്റമറിനെ വിളിക്കില്ല, വെറുതെ അവർ NDR മാർക്ക് ചെയ്ത് പോകുന്ന സിനാരിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചില ഏരിയാസിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് അങ്ങനെ വരും. അപ്പോൾ നമ്മൾ NDR മൈൻഡ് ചെയ്യാതിരുന്ന ഈ അവർ വെറുതെ മൂന്ന് NDRs മാർക്ക് ചെയ്ത് തന്നെ RTOയിലോട്ട് വിടും ഡെലിവറി ഏജൻറ്റ്സ്. അപ്പോൾ അത് ഓരോരോ ഏരിയയിലുള്ള സർവീസ് പോലെ ആയിരിക്കും, ഓരോരോ കൊറിയർ ഏജൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യും പോലെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ NDRs കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ഈ കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. അപ്പോൾ അഥവാ ഈ ഒരു ഡെലിവറി ഏജൻറ്റ് കസ്റ്റമറിനെ വിളിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഉടൻ തന്നെ കംപ്ലയിൻറ്റ് ഡെലിവറി കമ്പനിയുമായിട്ട് എസ്കലേറ്റ് ചെയ്യാം. ഇത് NDR മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ കസ്റ്റമറിന് കോൾ വന്നിട്ടില്ല. ഉടൻ തന്നെ ആ ഡെലിവറി കമ്പനി അത് ടേക്ക് ഓവർ ചെയ്ത് വീണ്ടും കസ്റ്റമറിന് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അവർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് അത് മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ ഈ RTO കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു ഒരു പ്രോസസ്സാണ്. ഒരിക്കലും നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഏതെങ്കിലും ആപ്പ് നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. അത് നമ്മളൊരു ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോസസ്സിൽ നമ്മളത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ഇത്രയൊക്കെ ചെയ്താലും 15 to 20% ഒരു സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റിലെ ഒരു സ്റ്റാൻഡേർഡ് ഒരു RTO ഇതാണ്. നമുക്കൊരു COD ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 15 to 20% നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും ഒരു RTO വരും. പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഈ ചെക്കൗട്ടിൽ പ്രീപെയ്ഡിന് ഒരു ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക, ഈ CODക്ക് ഒരു അഡീഷണൽ കോസ്റ്റ് ചാർജ് ചെയ്യുക. എന്നിട്ട് പ്രീപെയ്ഡ് ആണ് എടുക്കുകയാണെങ്കിൽ ഒരു 5%ഓ 10%ഓ എക്സ്ട്രാ ഡിസ്കൗണ്ടോടെ കൊടുക്കുക. അത് ചില സമയത്ത് വർക്കാവുന്നുണ്ട്. ചെറിയ പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സ് പ്രീപെയ്ഡിലോട്ട് പോകും, പക്ഷേ അത് വലിയ ഇമ്പാക്റ്റ് ഇല്ല. ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സ് അത് പ്രീപെയ്ഡിലോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് RTO ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു 15 to 20% ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഈവൻ വലിയ കമ്പനീസ് പോലും ഇതിനേക്കാളും ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്രയും റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവർ അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു e-commerce സ്റ്റോറിൽ RTOs നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രോഡക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ RTOയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം പ്രോഡക്റ്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ആഡ്സിൽ നമ്മൾ ആഡ്സ് ചെയ്യുകയാണ്. ഈ ആഡ്സ് ചെയ്ത് വരുന്ന കസ്റ്റമർ ഒരു ഇമ്പൾസീവ് കസ്റ്റമേഴ്സാണ്. അവർ ഇപ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ ആഡ്സുകൾ കാണുകയാണ്. ആ ആഡ്സിൻ്റെ ഇടയിൽ അവർ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ സ്റ്റോറിലോട്ട് ഇറങ്ങി ഉടൻ അവരുടെ ഇമ്പൾസീവായിട്ടൊരു മൈൻഡിൽ അവരങ്ങ് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വാങ്ങുമ്പോൾ ഉള്ള ഒരു ട്രിഗർ അവർക്ക്, ആ ഒരു വൗ ഫാക്ടർ അവർക്ക് ആ പ്രോഡക്റ്റ് എത്തുന്നവരെ ഉണ്ടായിരുന്നാലേ അവർ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിലൊക്കെ വരുമ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം അവർ ആ സമയത്ത് ആ പ്രോഡക്റ്റ് അങ്ങ് വാങ്ങും. പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷമായിരിക്കും അവർ നോക്കുമ്പോൾ ആമസോണിൽ നമ്മൾ ആ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് കണ്ട പ്രോഡക്റ്റ്, ആ സ്റ്റോറിൽ കണ്ട പ്രോഡക്റ്റ് നല്ല റേറ്റ് കുറച്ച് വേറൊരു സ്റ്റോറിൽ അത് ആമസോണിലാണ് കാണും. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് ഡെലിവറി അത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഡെലിവറി ആവാമെന്ന് പറയും. അപ്പോൾ അത് അപ്പോഴെന്ത് ചെയ്യും, അവർ ആമസോൺ ആ പ്രോഡക്റ്റ് നമ്മളുടെ ആഡ് കണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് ആമസോണിൽ പോയി വാങ്ങിച്ചിട്ട് നമ്മളുടെ ഓർഡർ വരുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് മിക്ക ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ ഈ RTOയുടെ റേറ്റ് കൂടാനുള്ള RTOയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50 to 60% ആണ് ആവറേജ്. നമ്മൾ കൺഫേം ചെയ്താലും ഒരു ആവറേജ് ഒരു 40-50% ഒരു RTO ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈ ഹോം ബേസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുമ്പം ഫേസ് ചെയ്യുന്നുണ്ട്. അത്രയും വരും. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്, അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെടുക്കും. പ്രോഡക്റ്റിൻ്റെ യുണീക്നെസ് ഒക്കെ ഒരു ഫാക്ടറാണ് RTOയ്ക്ക്. പക്ഷേ നമ്മൾ പ്രോഡക്റ്റ് യുണീക്നെസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് RTOയുടെ
ഒരു പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 15% to 10%-നകത്തൊക്കെ നമുക്കൊണ്ട് നിർത്താൻ പറ്റും RTO. അത് നമുക്ക് ഒരു 5% കുറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും ലോങ് റൺ, നമ്മൾ ഒരു വർഷത്തെ കാൽക്കുലേഷനൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതാണ് ഈ രീതിയിൽ നമുക്ക് RTO കുറയ്ക്കാൻ പറ്റും. പിന്നെ ട്രാക്കിംഗ് ഐഡിയ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. അതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ മെസ്സേജസ്, ഇപ്പോൾ പ്രോഡക്റ്റ് ഡിസ്പാച്ചായി, ഓക്കെ ഇതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ കൊറിയറിലാണ് ഡിസ്പാച്ച് ആവുന്നത്, ഇതാണ് ഇതിൻ്റെ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ മെസ്സേജസ് SMS ആയിട്ടോ വാട്സാപ്പിലോ ഒക്കെ പോകാം. അപ്പോൾ അത് ഓട്ടോമാറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് ഇന്നുണ്ട്. വാട്സാപ്പിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അയക്കാൻ പറ്റും, നമ്മൾ സ്റ്റോർ വഴി ഇൻ്റഗ്രേറ്റ് ചെയ്ത്. പിന്നെ ഔട്ട് ഫോർ ഡെലിവറി ആവുന്ന സമയത്തും മെസ്സേജസ് അവർക്ക് എത്തുക, ഈ പ്രോഡക്റ്റ് ഔട്ട് ഫോർ ഡെലിവറി ആയി. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അയക്കണം. കാരണം ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7th ഡേ അവിടെ ഒരു 7ാമത്തെ ദിവസമാണ് പ്രോഡക്റ്റ് എത്തണമെങ്കിൽ അത്രയും ദിവസം ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പല പർച്ചേസസും കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മളെന്ന് വാങ്ങിച്ചതുപോലെ പല പർച്ചേസസ് അവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരത് ഓർത്തിരിക്കണമെന്നില്ല ആ പ്രോഡക്റ്റ്. നമ്മളാണ് അവരെ റിമൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മളിത് ഷിപ്പ് ചെയ്തിട്ടുണ്ട്, സാധനം അവിടെ വരുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അത് പറയാം. ഈവൻ ചില നല്ല കമ്പനീസിലൊക്കെ, ചില ഇ-കോമേഴ്സ് സ്റ്റോറൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഡിസ്പാച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ എക്സാക്റ്റ് പാക്കേജിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവരിലെത്തും. അപ്പോൾ അവർക്ക് ഈ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്, ഇതാണ് പാക്കേജ് എന്നുള്ള രീതിയിലൊക്കെ അത്രയും സർവീസ് കൊടുക്കുന്ന ഒരു ഇ-കോമേഴ്സ് സ്റ്റോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം RTO നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മളുടെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തെടുക്കേണ്ട പ്രോസസ്സാണ്. ഇത് കുറേ കാര്യങ്ങളിൽ ഓട്ടോമേറ്റ് ചെയ്യാം, പക്ഷേ കൂടുതലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ടീമിനെ അസൈൻ ചെയ്ത് കൊടുത്ത് അതിനെ ഈ RTO ലെവൽസ് നമ്മൾ കുറയ്ക്കണം. എന്നാലേ നമുക്ക് RTO എന്ന് പറഞ്ഞ ഈ ഒരു തലവേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും.